അരിച്ചെടുത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ അരിച്ചൊക്കെ എടുക്കണം. ഇവിടെ ഈ ലൂസ് ഗോതമ്പൊടി ഇവിടെ കൂടുതലും മേടിക്കുന്നത്. കാര്യം ബാബുസനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഇതിനു മുന്നേ ഈ മാവ് കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തൊരു ശകലം പോലും മാവ് പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് എടുത്തെടുത്തോ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വീട്ട വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലത്തെ കപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ഓളയിലൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാര്യം പലരും എന്നോട് മെസ്സഞ്ചറിൽ വന്നിച്ച് ചോദിക്കാറുണ്ട്, വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ, കിട്ടുന്നില്ല, അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെനിക്കൊന്ന് ഒന്നെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ അമർത്താത്തതുകൊണ്ടായിരിക്കാം, എന്നാന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുന്നത് ഞാൻ അതിലൂടെ റിപ്ലൈ തന്നില്ലല്ലോ, ഞാൻ വീഡിയോയിലൂടെ റിപ്ലൈ തരും കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കും ജോലിയൊക്കെ ആയിരിക്കും, ചില സമയത്ത് സമയം കിട്ടത്തില്ല. ആ കൂടെ നെറ്റ് പ്രശ്നം ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും റിപ്ലൈ തരാൻ ഞാൻ ഒത്തിരി അങ്ങോട്ട് നീട്ടി എഴുതാത്തത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഇപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ഗോതമ്പ് പൊടി കൊണ്ടുവന്നായിരുന്നേ, പക്ഷേങ്കിൽ അത് ഞാൻ അരിച്ചെടുത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ അരിച്ചൊക്കെ എടുക്കണം. ഇവിടെ ഈ ലൂസ് ഗോതമ്പ് പൊടി ഇവിടെ കൂടുതലും മേടിക്കുന്നത്. കാര്യം ബാബുസനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഉണ്ടല്ലോ ഈ ആശീർവാദിൻ്റെ സൈസ് പൊടിയൊന്നും ഇഷ്ടമല്ല. അവർക്ക് ഇച്ചിരി വെളുത്തിരിക്കണം. ഗോതമ്പ് പൊടി ചപ്പാത്തിയൊക്കെ ആണെങ്കിലും ഇച്ചിരി വെളുത്തിരിക്കുന്ന ചപ്പാത്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ ലൂസ് ഗോതമ്പ് പൊടിയാണ് എപ്പോഴും മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിച്ചൊക്കെ ഒന്ന് എടുക്കട്ടെ. നോക്കി നിന്നാൽ ഒരൊറ്റ മീൻകാർ വരികയല്ല കേട്ടോ. നമുക്ക് ഇച്ചിരി മീൻ മേടിക്കണമെന്ന് പറഞ്ഞ് നോക്കി നിന്നാൽ, അതേസമയം അല്ലെങ്കിൽ ഇതിപ്പോൾ രാവിലെ ഒരു മീൻകാർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവഴി ഇതുവഴി എല്ലാം മീൻകാർ പോകുന്നു. നോക്കി നിന്നാൽ ഒറ്റ ഒരുത്തർ വരികയല്ല. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
ശകലം സോഡാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഉപ്പും വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അങ്ങനെ ഇച്ചിരി വെള്ളം ഈ പാത്രത്തിട്ട് ഒഴിച്ച് അതിനകത്തോട്ടാണ് ഞാൻ പൊടിയിടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനകത്തോട്ട് പൊടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ ഒരു ശകലം പോലും പാത്രത്തിൽ മാവ് പിടിക്കത്തില്ല. പാത്രം നല്ല മാവ് കുഴച്ച പാത്രമാണെന്ന് പോലും പറയത്തില്ല. അതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. കയ്യിലും വലിയ മാവ് പിടിക്കത്തില്ല. കൈയൊക്കെ ഒരു ഇച്ചിരിയൊക്കെ ഒത്തിരി ഇങ്ങനെയല്ലല്ലോ നമ്മൾ സാറ് ചപ്പാത്തിക്ക് മാവ് കുഴച്ചല്ലേ, കൈ നിറച്ചും ഇതാവുമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാമെങ്കിൽ പാത്രം നമുക്ക് കഴുകാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. മറ്റേത് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് അങ്ങനെയൊക്കെ വേണം കഴുകാനായിട്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ മാവ് കുഴച്ച് വെച്ചു. ഇനി കിഴങ്ങിനുള്ള മസാല റെഡിയാക്കട്ടെ. ബാബുച്ചേട്ടൻ രാവിലെ കണ്ണനെ വഴക്ക് പറയുന്നു. കണ്ണൻ രാവിലെ വിളിച്ചിട്ട് എണീറ്റില്ല. അച്ഛൻ്റെ മോൻ്റെ ബഹളം കേൾക്കുന്നില്ല. ബാബുച്ചേട്ടൻ കിടന്ന് ദേഷ്യപ്പെടുന്നു. ഞാൻ ഇത് കിഴങ്ങറിക്കുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. കിഴങ്ങ് വേവിച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അതിന് ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് ഞാൻ വേവിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. ഇനി ഇതിലേക്ക് കടുകും ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയൊക്കെ ഇടും. പക്ഷേ കറിവേപ്പില ഇനി പറിക്കാണ്ട് വെളിയിൽ പോകണം, അതുകൊണ്ടൊരു മടി. പിന്നെ ഉണക്കമുളക് തീർന്നും പോയി. അപ്പോൾ പിന്നെ കൊച്ചുള്ളി മാത്രം അരിഞ്ഞിട്ടെടുക്കാം. എണീറ്റ് വന്നിട്ട് വരാ. ചുവന്നുള്ളി നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി ഒരുപാട് ഇടത്തില്ല കേട്ടോ. കഴിവർക്ക് ഇതിന് രാവിലത്തെ കാപ്പിക്കൊക്കെ ഒരുപാട് എരിവ് ഇവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു സ്പൂൺ മസാല, ചെറിയ സ്പൂണാണ് കേട്ടോ, കുഞ്ഞ് സ്പൂണാണ്. അതിനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതും ഒരു ചെറിയ സ്പൂണാണ്. അതിന് വെജിറ്റബിൾ മസാലപ്പൊടിയാണ്. പിന്നെ മീറ്റ് മസാലപ്പൊടി, വെജിറ്റബിൾ മസാലപ്പൊടി ഇല്ലെങ്കിൽ ഞാൻ മീറ്റ് മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അല്ലാതെ വെജിറ്റബിൾ മസാലപ്പൊടി തന്നെയല്ല ഞാൻ ചേർക്കുന്നത്. അന്നേരം എന്തായാലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്തതെടുക്കും. കിഴങ്ങ് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ഇച്ചിരി ഇതിൻ്റെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കിഴങ്ങ് വേവിച്ച വെള്ളമാണ് അതിന് കിഴങ്ങിൽ ചേർത്തത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഉടയ്ക്കരുത്. ചെറുതായിട്ടേ ഉടയ്ക്കുള്ളൂ, ഒത്തിരി ഉടച്ച് കളയില്ല. പൂരിക്കൊക്കെ എന്ന് പറയുമ്പം ഒത്തിരി അങ്ങോട്ട് ലൂസാക്കി കറി എടുക്കാറില്ല. ശകലം ഉപ്പൂടെ വേണം. കറക്റ്റായിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ നല്ലപോലെ ചൂടായിട്ട് ഇരുന്നുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് തിളക്കിയൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് വെള്ളമോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി നേരം വെച്ച് പറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത്രയും ഗ്രേവി പൂരിക്കാകാവുള്ളൂ. ഒത്തിരി വെള്ളം പോലെ കൊള്ളത്തില്ല.
പൂരി ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത് കൂടുതൽ. വെജിറ്റബിൾ ഓയിൽ ഇല്ലെങ്കിലേ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കത്തുള്ളൂ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ കവറിൽ നിന്ന് ഒഴിച്ച് എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ്. കുപ്പിയിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും മിച്ചം വന്നു. അത് അതിനകത്തോട്ട് ഒഴിച്ച് വെച്ച് പിന്നെ കുറച്ചും കൂടെ എണ്ണ അല്ലാതെ എടുത്തു. ഇനി ഞാൻ പൂരിക്കുള്ളത് പരത്തി എടുക്കട്ടെ. ഞാൻ പൂരിക്കുള്ള മാവ് ഞാൻ എണ്ണയിലൊന്നുമല്ല കേട്ടോ പരത്തുന്നത്, പൊടിക്കകത്ത് തന്നെയാണ് പരത്തി എടുക്കുന്നത്. കാരണം വെച്ചാൽ എണ്ണ പരത്തുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പൊടിക്കകത്ത് പരത്തി എടുക്കുന്നതാണ്. എണ്ണ അത്രയും കുറച്ച് മതി, നമുക്ക് എണ്ണ ലാഭിക്കാം. പിന്നെ പൊടി എണ്ണയ്ക്കകത്ത് വന്ന് അതിനകത്ത് അടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ, നമ്മൾ ഇച്ചിരി നേരത്തെ ഈ മാവ് ഒന്ന് പരത്തി എല്ലാം ഒന്ന് അടിക്കി വെക്കാം. എന്നിട്ട് ഇത് ചുടാൻ നേരം ഉണ്ടല്ലോ, എണ്ണയ്ക്കകത്തിട്ട് ചുട്ടെടുക്കാൻ നേരം, ചുട്ടെന്നല്ല വറുത്തെടുക്കാൻ നേരം, വറുത്ത് കോരാൻ നേരം എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും അടിയിൽ ആദ്യം നമ്മൾ പരത്തി വെച്ച് പൂരി എടുത്ത് ഇടാമെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് എണ്ണയ്ക്കകത്ത് ഈ പൊടി കരിഞ്ഞ് വരത്തില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും പൂരിക്കുള്ള മാവ് പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി വരത്തില്ലെന്നും നല്ല മയം കിട്ടത്തില്ലെന്നൊക്കെ ചുമ്മാതെ. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്നേ, എനിക്ക് ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ ചപ്പാത്തി എല്ലാം അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്നത്, അല്ലാതെ
അകത്തോട്ട് വെച്ചാൽ മതി, ആരും അറിയില്ല. ഞാൻ വെക്കുമായിരുന്നു. ആണോ? കണ്ട സത്യങ്ങൾ പുറത്ത് വരുന്നത്. ആഹാ, കൊള്ളാലടാ. ബാസൻ അച്ഛനെ കൊണ്ടുവിടാനായിട്ട് പോയി. ബാസട്ടൻ വരുന്നിട്ട് ഒന്നിച്ച് ഞങ്ങൾ കഴിക്കാനായിട്ട്. എവിടെ പോവാമേ? ഞാൻ കേൾക്കടേ. ഗ്ലാസ് തുറന്നിട്ടോ. വാ, ഈ സൈഡ് വന്നോ എടുത്തെടുത്തോ. മതി ഇഞ്ഞോ വേണ്ടോ? ആ ഇച്ചൂടാ ഇഞ്ഞോ വേണമല്ലോ. ചൂടെ ശരിക്കും എടുക്ക. ആ വെളി ഇച്ചോടെ ചീറ്റിട്ടുണ്ടേ. ബാ, സൈക്കിള് അല്ല, എൻ്റെ സൈക്കിളെന്ന് ഒത്തിരി നാളായില്ലേ എടുത്തിട്ട്. കൈ ശരിയായിട്ട് വേണം എടുക്കാൻ. വാ, ഇഞ്ഞോ വേണ്ടോ? അച്ഛ ഇഞ്ഞോ വേണ്ടാണോ? സ്കൂട്ടർ എന്തേ? എനിക്ക് ഞാനിവിടെ വരുന്നു. വെയിലത്തെ മീനുണ്ടായിരുന്നു അത്. മീനൊന്നും ഇല്ല കേട്ടോ. നല്ല പച്ച മത്തി കിട്ടിയായിരുന്നേ. മത്തി ഞാൻ തോരൻ വെച്ചു, അതായത് പീര. ഈ പീര വെക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല. ഇത് ബാബുസൻ്റെ അമ്മ വെക്കുന്ന കണ്ട് ഞാൻ വെച്ചാണേ. ഇതിനകത്ത് തേങ്ങയും ചുവന്നുള്ളിയും ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും മാത്രമായിട്ട് ചതച്ച് വെച്ച് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അടുപ്പിൽ വെക്കാൻ തന്നെയാണ് പച്ചമുളക് കീറി, പിന്നെ കുടംപുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് മാത്രം വെക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ഇതിന് ഒഴിച്ചുകറിയായിട്ട് എടുക്കുന്നത് രസമാണ്. അതും ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രസം ഒന്ന് റെഡിയാക്കി മീനും വറക്കട്ടെ. മീൻ പീരയും ഇതാണ് ഞാൻ പറഞ്ഞ രസം. ഈ മീൻ പീരയ്ക്ക് ഈ രസമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് ഉണ്ടാക്കുന്നൊന്നും കാണിക്കാതിരുന്നത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. പിന്നെ മീൻ വറുത്തതും. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ 3 പേര്. കണ്ണ്, പൗച്ചട്ടൻ, ഞാൻ. ഫാൻ ഇട്ടോ, ഇനി ഇട്ടോ, കുഴപ്പമില്ല.